അല്ല, യു ഡി എഫിന് 100 സീറ്റ് കിട്ടുമില്ല എന്നുള്ളതൊന്നല്ല. ഈ മനുഷ്യനെ, ഈ കളവൻ ഈ സ്ഥാനം രാജിവെച്ച് പോകേണ്ട സമയമൊക്കെ അതിക്രമിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഒന്ന്, ശ്രീനാരായണ ഗുരു എന്താ പറഞ്ഞത്? ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യനെന്നാ. ഇയാൾക്ക് ഒരു ജാതി ദൈവവും ഒരു ജാതി മതവും എന്നുള്ള രീതിയിൽ ഇയാൾ നടക്കും. ഇത്രയും വലിയ നികൃഷ്ടജീവി കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇതുവരെ ജനിച്ചിട്ടില്ല. ഈ വെള്ളാപ്പള്ളിക്ക് വിശ്വസ്തനായ ശിഷ്യൻ പിണറായി വിജയനേ ഉള്ളൂ. വെള്ളാപ്പള്ളി നടേശൻ വി ഡി സതീശനെ എതിർക്കുന്നതുകൊണ്ട് അത് വി ഡി സതീശന് നേട്ടമാണോ കോട്ടമാണോ? നേട്ടമാണ്. വെള്ളാപ്പള്ളി നടേശൻ ഒരാളെ എതിർത്താൽ എതിർക്കപ്പെട്ട ആളുടെ ഭാഗ്യമായിട്ടാണ് കാണുന്നത്. രാജൻ ഭായി നമസ്കാരം. നമസ്കാരം. നമ്മുടെ വി ഡി സതീശനെതിരെ വളരെ ശക്തമായ ഭാഷയിലാണ് വെള്ളാപ്പള്ളി നടേശൻ്റെ പ്രതികരണം. കാരണം 100 സീറ്റ് നേടിയ യു ഡി എഫ് നേടിക്കഴിഞ്ഞാൽ വെള്ളാപ്പള്ളി നടേശൻ ആ സ്ഥാനം രാജിവെക്കും എന്നൊക്കെയുള്ള രീതിയിലുള്ള അത്ര കടുത്ത നിലപാടാണ് വി ഡി സതീശനെതിരെ എടുത്തിട്ടുള്ളത്. എന്താണ് അതിനുള്ള കാരണം? അല്ല, യു ഡി എഫിന് 100 സീറ്റ് കിട്ടുമില്ല എന്നുള്ളതൊന്നല്ല. ഈ മനുഷ്യനെ, ഈ കളവൻ ഈ സ്ഥാനം രാജിവെച്ച് പോകേണ്ട സമയമൊക്കെ അതിക്രമിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം. 2, കേരളത്തിൽ ഇത്രയും വൃത്തികെട്ട വർഗീയത പറയുന്ന ഒരു പിണറായി വിജയൻ്റെ ഭാഷയെ കണ്ടുപിടിക്കേണ്ടത്. പിണറായി വിജയൻ വഴിയെ പോകുന്നവരെ പരനാറി പരമനാറി എന്ന് വിളിക്കും. ഇവനെ ശ്രീനാരായണ ഗുരുവിനേക്കാളും വലിയ മഹാനാണെന്നാണ് പറഞ്ഞേക്കുന്നത് പിണറായി വിജയൻ. ഇവർ തമ്മിലുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ വേറൊന്നാണ്. BS അച്യുതാനന്ദൻ മരിച്ചപ്പോൾ ഇയാൾ കാണാൻ വന്നതെന്ന് എനിക്കറിയത്തില്ല. വന്നെങ്കിൽ തന്നെ സെക്യൂരിറ്റിയിലായിരിക്കും വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ നാട്ടുകാർ വഞ്ചിക്കില്ല. കാരണം എന്ന് വെച്ചാൽ ഇയാൾ BS അച്യുതാനന്ദനെ പറയാത്ത പള്ളൊന്നുമില്ല. പറയുമ്പോൾ ഈ BS അച്യുതാനന്ദന് ഈഴവരാ. ഇയാൾ ഈഴവന്മാരുടെ ദൈവമാണെന്ന് പറഞ്ഞെടുക്കുക. ശ്രീനാരായണ ഗുരുവിനേക്കാളും വലിയ ആളാണ്. ശ്രീനാരായണ ഗുരു എന്താ പറഞ്ഞത്? ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യനെന്നാണ്. ഇയാൾക്ക് ഒരു ജാതി ദൈവവും ഒരു ജാതി മതവും എന്നുള്ള രീതിയിൽ ഇയാൾ നടക്കും. കള്ള് വിൽക്കരുത്, പിന്നെ ചെത്തരുത്, പിന്നെ കുടിക്കരുതെന്ന് പറഞ്ഞ മതത്തിൻ്റെ ആളാണ് ഇയാൾ. ഏറ്റവും വലിയ അബ്ഗാരി കോൺട്രാക്ടർ. തനി തോന്നിവാസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഴിക്കോട് ഓടയിൽ ഒരു നൗഷാദ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ 2014 or 2012 ഓക്കെ, ആ സമയത്ത് സിപിക്ക് ഓർമ്മ ഉണ്ടാവുമായിരിക്കും. ഒരു അന്യസംസ്ഥാന തൊഴിലാളികൾ ഓടയിൽ ഒളിച്ചു പോകുമ്പോൾ അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഓടയിലേക്ക് എടുത്തിയാടിയ നൗഷാദ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ്റെ ഒരു 10 ലക്ഷം രൂപ കൊടുക്കുകയും ആ ചെറുപ്പക്കാരൻ്റെ ഭാര്യയ്ക്ക് ജോലി കൊടുക്കുകയും ചെയ്തപ്പോൾ ഈ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞ തനി വൃത്തികളുണ്ട്. ഒരുത്തൻ ഇങ്ങനെ ചത്തു എന്നാ പറഞ്ഞത്. അപ്പൊ വിനായകന് തുല്യമായി. വിനായകനൊക്കെ ഇതിനേക്കാൾ ഫാർ ബെറ്റർ ആന്നേ. ഇത്രയും വലിയ നികൃഷ്ടജീവി കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇതുവരെ ജനിച്ചിട്ടില്ല. ഇയാളെ ഞാൻ പറഞ്ഞല്ലോ, ഇയാളെ ചത്തു കഴിഞ്ഞാൽ ഇയാളെ ശവശരീരം പട്ടിക്കിട്ട് കൊടുത്താൽ പട്ടി തിന്നു കഴിഞ്ഞാൽ പട്ടിക്ക് വയറിളക്കം ബാധിച്ച് ചത്തുപോകും. അതിന് വൃത്തികെട്ട വർഗീയത പറയുന്ന ഒരുത്തനാണ്. ഹെലികോപ്റ്ററിൽ പാറി നടന്നിട്ട് 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇവർ കൊണ്ടുപോയി BJP-ക്കാർ. അന്നേ ഞാൻ പറഞ്ഞു, BJP ലീഡർഷിപ്പിലുള്ള പലരോടും ഞാൻ പറഞ്ഞത്, ഞാനന്ന് ആ സമയത്ത് ഗൾഫിലാണ്, പലരെയും വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു ഈ നാരയും കൊണ്ട് നടക്കരുതെന്നാണ് പറഞ്ഞത്. അങ്ങനെ തന്നെ പറഞ്ഞത്. മലപ്പുറത്ത് വന്നിട്ട് വൃത്തികെട്ട വർഗീയത പറഞ്ഞു. ഇയാളുടെ ഏറ്റവും വലിയ ശിഷ്യൻ ഇപ്പോൾ ആരാന്നറിയോ? പിണറായി വിജയനാണ്. ഈ വെള്ളാപ്പള്ളിക്ക് വിശ്വസ്തനായ ശിഷ്യൻ പിണറായി വിജയനേ ഉള്ളൂ. ഇവർ പാർട്ടി ഉണ്ടാക്കിയല്ലോ. ആദ്യം സുകുമാരൻ നായരെ തെറി വിളിച്ചുകൊണ്ടായിരുന്നു നടക്കല്. അത് കഴിഞ്ഞപ്പം നായാടി തൊട്ട് നമ്പൂതിരി വരെ എന്നൊക്കെ പറഞ്ഞിട്ട് ഐക്യമൊക്കെ ഉണ്ടാക്കി പിന്നെ പെരുന്നാപ്പോപ്പ് ഇയാളും കൂടെ ഒരുമിച്ച് യാത്രയൊക്കെ നടത്തി. അല്ല, അത് വേറെ ആമ്പിള്ളേർ നടത്തിയൊരു പരിപാടിയാണ്. അതിനകത്ത് ഇദ്ദേഹം അത് ഏറ്റെടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. ഹിന്ദു പാർലമെന്റ് ഒക്കെ കൂടി നടത്തിയൊരു പ്രോഗ്രാമാണ് അത്. നായാടി മുതൽ നമ്പൂതിരി വരെ എന്നൊക്കെയുള്ള രീതിയിൽ അന്ന് ആ പ്രോഗ്രാം സംഘടിപ്പിച്ചത് കോവളത്ത് വളരെ ലക്ഷങ്ങൾ പങ്കെടുത്ത ആളുകളുടെ ഒരു മഹാറാലി നടത്തുകയും അവിടെ വെച്ചിട്ടാണല്ലോ BDJSന്റെ പ്രഖ്യാപനം ഉണ്ടാവുന്നത്. അതെ. ഈ BDJS ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഇയാളിപ്പോൾ എന്താ ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്നതെന്നറിയോ? BJP വരെ മൈൻഡ് ചെയ്യുന്നില്ല. അവർക്ക് മത്സരിക്കാൻ 4 സീറ്റ് കൊടുക്കുന്നുണ്ട് ലോക്സഭയിലേക്ക്, നിയമസഭയ്ക്കും കുറച്ച് സീറ്റ് കൊടുക്കുന്നുണ്ട്. അതുമല്ല, അവർ മത്സരിച്ചുകൊണ്ടിരുന്ന വയനാട് ലോക്സഭാ സീറ്റ് ഇത്തവണ BJP ഏറ്റെടുത്തു. അപ്പം വെച്ചാൽ ഇത്രയേ ഉള്ളൂ എന്നുള്ളത്. അവിടെ കാര്യമുണ്ട്. അവിടെ ഇപ്രാവശ്യം മത്സരിക്കാനായിട്ട് സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നില്ല BDJSന് സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല, 2019 തെരഞ്ഞെടുപ്പിൽ അവിടെ BDJS നിന്നപ്പം 2014 തെരഞ്ഞെടുപ്പിൽ അവിടെ BJPക്ക് കിട്ടിയ NDAക്ക് കിട്ടിയ വോട്ടവിടെ കിട്ടിയില്ല. അതും സാക്ഷാൽ തുഷാറിനെ കൊണ്ടേ ഇറക്കി. എന്നിട്ട് പോലും വോട്ട് കിട്ടിയില്ല. 2000 വോട്ട് കുറേ ചെയ്തേ. വളർച്ച വേപ്പോട്ടാണല്ലോ. അത് പടകൊലങ്ങിയ പോലെ കീപ്പോട്ടാക്കി കളഞ്ഞു ഇവന്മാരെ കൂടെ കൂട്ടിക്കഴിഞ്ഞപ്പോൾ. ഈ വെള്ളാപ്പള്ളി എന്ന് പറയുന്ന ഒരാളുടെ വൃത്തികെട്ട ഭാഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ സത്യം പറയും, എനിക്ക് നികൃഷ്ടജീവി എന്ന അക്ഷാർത്ഥത്തിൽ തന്നെ എനിക്ക് അയാളെ ചാനലുകൾ കാണുമ്പോൾ അറപ്പാകുന്നു. ഇവർ പറയുന്നുണ്ടല്ലോ, ഇപ്പോൾ തുഷാറാണെങ്കിലും പറയുന്നുണ്ടല്ലോ കേന്ദ്രമന്ത്രി സ്ഥാനം ഓഫർ ഉണ്ടായിരുന്നു, ഒരു കുഴപ്പമില്ല. പക്ഷെ ഇപ്പൊ അദ്ദേഹത്തെ എന്തോ MP സ്ഥാനമൊക്കെ ഒരു പക്ഷേ കിട്ടാൻ സാധ്യതയുള്ളത്. MP സ്ഥാനം കൊടുക്കുമായിരിക്കും. പന്തം ഉണ്ടാതിരുന്നാൽ നിനക്ക് MP സ്ഥാനം തരാമെന്ന് പറയും. അത് ഷോണിൻ്റെ അടുത്ത് പിന്നെ വെച്ച അതേ സാധനം തന്നെയാണ്. PC ജോർജ് വല്ലാതെ കടന്ന് കണവണ പറയാൻ തുടങ്ങിയപ്പോൾ പറഞ്ഞു ഇത് പാർട്ടി BJP ആണ്, ബാക്കിയുള്ളിടത്ത് കടന്ന് ചടച്ചുകൊണ്ട് കടന്ന പോലെ നടക്കണ്ട, വക്താക്കളൊക്കെ ഇവിടെ ഉണ്ട് സംസാരിക്കാൻ, നീ ഇവിടെ ഉണ്ടായിരുന്നോളാൻ പറഞ്ഞു. പക്ഷേ ഷോണിനെ മാന്യമായിട്ട് അവർ അക്കോമഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഷോൺ മാന്യമായിട്ടാണ് നിൽക്കുന്നതും. ഷോൺ തന്നെ പറഞ്ഞു കാണും, അപ്പ എൻ്റെ ഭാവിയും കൂടെ അപ്പം നശിപ്പിക്കല്ലേ, അപ്പം ഇങ്ങനെ വായി തോന്നുന്ന വർത്താനവും പറഞ്ഞ് നടക്കല്ലെന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ പുള്ളി അടങ്ങിയിരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ തുഷാറും ഇപ്പോൾ പറയേണ്ടി വരും, ഇല്ലെങ്കിൽ തുഷാറിൻ്റെ കാര്യം പോക്കാം. ഞാൻ ചോദിക്കട്ടെ, ഈ വെള്ളാപ്പള്ളി നടേശൻ വി ഡി സതീശനെ എതിർക്കുന്നതുകൊണ്ട് അത് വി ഡി സതീശന് നേട്ടമാണോ കോട്ടമാണോ? നേട്ടമാണ്. ഇതിനു മുമ്പ് VM സുധീരനെ ആലപ്പുഴയിൽ വെള്ളാപ്പള്ളി നടേശൻ എന്നെ എതിർത്തിരുന്നു. പക്ഷേ VM സുധീരൻ അതിനെയൊക്കെ മറികടന്ന് ആലപ്പുഴയിൽ പാർലമെന്റിലേക്ക് ജയിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അതെ, പിന്നെ VM സുധീരൻ പിന്നെ തോക്കുന്നത് കുതികാൽ വെട്ടിലാണ്. ഈ KS മനോജിനെ നിർത്തിയപ്പം VS സുധീരൻ എന്ന് പറഞ്ഞ ഒരു പിന്നെ ഡെമ്മി സ്ഥാനാർത്ഥിയൊക്കെ നിർത്തിയിട്ടാണ് അങ്ങനെയാണ് തോപ്പിക്കുന്നത്. VM സുധീരനൊക്കെ കേരളത്തിൻ്റെ നഷ്ടമായിട്ട് തന്നെയാണ് കാണുന്നത്. അർത്ഥത്തിൽ ആദർശ രാഷ്ട്രീയത്തിൻ്റെയും വിശുദ്ധ രാഷ്ട്രീയത്തിൻ്റെയും വക്താവായിട്ട് തന്നെയാണ് കാണുന്നത്. മാത്രമല്ല
ഉമ്മൻചാണ്ടിയെ നിരന്തരം വിമർശിച്ചിരുന്ന വി എം സുധീരൻ ഉമ്മൻചാണ്ടി പിന്നെ രോഗാവസ്ഥയിലെത്തിയപ്പോൾ നിരന്തരമായി ചാണ്ടി ഉമ്മനെ വിളിച്ച് പിന്നെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അതിനകത്ത് ഏറ്റവും ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഏറ്റവും നല്ല സുഹൃത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏറ്റവും വലിയ വിമർശകനായിരിക്കും. മറിച്ച് നമ്മളെ എപ്പോഴും പുകഴ്ത്തിക്കൊണ്ടിരിക്കുന്ന ആൾ നമ്മുടെ ശത്രുവാണ് എന്ന് എപ്പോഴും കരുതിക്കണം. കാരണം ഈ പുകഴ്ത്തിക്കൊണ്ടിരിക്കുന്നവൻ ഒരു സുപ്രഭാതത്തിൽ നമ്മുടെ ശത്രുവായിട്ട് മാറുമ്പോഴും ഈ വിമർശിച്ചുകൊണ്ടിരിക്കുന്നവൻ അപ്പോഴും നമ്മുടെ സുഹൃത്തായിട്ട് മാറും. അവൻ വിമർശിച്ചുകൊണ്ടേയിരിക്കും, പക്ഷെ അവൻ ഏറ്റവും നല്ല സുഹൃത്തായിരിക്കും. അതാണ് ആത്മബന്ധം എന്ന് പറയുന്നത്. അല്ലാതെ ഈ സൂചിപ്പിക്കുന്നവരുടെ ഉദ്ദേശം വേറെ. പ്ലീസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലീസ് ചെയ്യുന്നതിൻ്റെ പിന്നിൽ ഇൻറ്റൻഷൻ ഉണ്ട്. ആ ഇൻറ്റൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസിറ്റീവ് അല്ല. അതെന്താ വെച്ചാൽ ഒന്ന് സൂചിപ്പിച്ചിങ്ങനെ നിൽക്കാം, എന്നിട്ട് എന്തെങ്കിലും നമുക്ക് വിഷയത്തിലേക്ക് തിരിച്ചിട്ട്. അപ്പോൾ ഈ പറവൂർ എനിക്ക് തോന്നുന്നു ഈഴവ SNDP-ക്കാർ കൂടുതലായിട്ടുള്ള ഒരു നിയോജക മണ്ഡലമാണ് ഈ പറവൂർ നിയോജക മണ്ഡലം എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ പല പ്രാവശ്യവും ഇതിനു മുമ്പ് പല പ്രാവശ്യവും VD സതീശനെതിരെ വെല്ലുവിളികൾ നടത്തിയിട്ടുണ്ട് വെള്ളാപ്പള്ളി നടേശൻ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് ഇത്തവണത്തെ ഈ വെല്ലുവിളി VD സതീശന് ഈ പ്രാവശ്യം നമ്മൾ മനസ്സിലാക്കുന്നത് വെച്ചാൽ പാർട്ടിക്കകത്തുനിന്നും ചില എതിർപ്പുകൾ VD സതീശനെതിരെ ഉണ്ട്. കാരണം VD സതീശൻ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാണ് എന്നുള്ള രീതിയിൽ ഉള്ള ചർച്ചകളും ഇങ്ങനെ ഒഴുകി നടക്കുന്നുണ്ട്, അന്തരീക്ഷത്തിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഈ ഒരു പ്രസ്താവന വെള്ളാപ്പള്ളി നടേശന്റെ ഈ ഒരു എതിർപ്പ് VD സതീശനെ ഏതെങ്കിലും തരത്തിൽ ബാധിക്കാൻ സാധ്യതയുണ്ടോ? വെള്ളാപ്പള്ളി നടേശൻ ഒരാളെ എതിർത്താൽ എതിർക്കപ്പെട്ട ആളുടെ ഭാഗ്യമായിട്ടാണ് കാണുന്നത്. കാരണം അതിപ്പോൾ പെരുന്നാപ്പോപ്പിൻ്റെ കാര്യം അത് തന്നെയാണ്. സുകുമാരൻ നായരുടെ കാര്യം. സുകുമാരൻ നായർ ഒരാളെ ഇവനെ ഞങ്ങൾ തോപ്പിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടുകാർ അയാളെ ജയിപ്പിക്കാമെന്ന് കരുതും. വോട്ട് ചെയ്യാൻ കരുതാത്തവരും വോട്ട് ചെയ്യാൻ പോകും. അതാണ് അതിൻ്റെ സത്യം. കാരണം എന്താ വെച്ചാൽ ഇയാളോടുള്ള എതിർപ്പുണ്ടല്ലോ, അതാണ് റിഫ്ലക്റ്റ് ചെയ്യുക. വെള്ളാപ്പള്ളി നടേശനെ സംബന്ധിച്ചിടത്തോളം വെള്ളാപ്പള്ളി നടേശൻ VD സതീശനെ തോപ്പിക്കുമെന്ന് പറഞ്ഞിട്ട് രംഗത്തേക്ക് ഇറങ്ങിയാൽ VD സതീശൻ്റെ മഹാഭാഗ്യം. കാരണം VD സതീശന് ഏറ്റവും വലിയ ക്രൈസിസിൽ കൂടെ കടന്നു പോകുന്നൊരു കാലഘട്ടമാണിത്. ഈ തെരഞ്ഞെടുപ്പിനകത്ത് മിക്കവാറും CPIയുടെ അടുത്ത് സീറ്റ് ഏറ്റെടുത്തിട്ട് CPM നല്ല സ്ഥാനാർത്ഥിയെ അവിടെ പ്ലേസ് ചെയ്യാനുള്ള സാധ്യത വരെ നിലനിൽക്കുന്നുണ്ട്. അങ്ങനെയുള്ള സമയത്ത് വെള്ളാപ്പള്ളി എതിർത്ത സ്ഥാനാർത്ഥി അങ്ങ് ജയിപ്പിക്കാമെന്ന് ആൾക്കാർ കരുതും. കാരണം വെള്ളാപ്പള്ളിക്ക് ഈ മൈക്രോ ഫിനാൻസും ബാക്കിയുള്ള സംഭവങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ടും പിന്നെ ഇവരുടെ ഈ സ്ഥാപനങ്ങൾക്കകത്ത് ജോലിക്ക് അപേക്ഷിക്കുന്നതുകൊണ്ടൊക്കെ ഇയാളുടെ ഏകാധിപത്യത്തിനെതിരെ SNDP-യുടെ സംവിധാനത്തിനകത്ത് എതിർപ്പ് വരുന്നില്ല എന്നേ ഉള്ളൂ പരസ്യമായിട്ട്. ഗോകുലം ഗോപാലനൊക്കെ ശ്രമിച്ചു കഴിഞ്ഞിട്ട് പോലും പൊളിക്കാൻ പറ്റാത്തതുകൊണ്ട്. പക്ഷേ അതൊരു സ്ട്രക്ചറിനകത്ത് നിൽക്കുമ്പം അതിന് കീഴടങ്ങി നിന്നാൽ മാത്രമേ ഞങ്ങൾക്ക് നേട്ടമുള്ളൂ. ഇതിനകത്തൊന്ന് കൈ മൊത്തം ഇട്ടില്ലെങ്കിലും ഒന്ന് വിരലിൻ്റെ അറ്റമെങ്കിലും ഇട്ട് നിൽക്കാം എന്നുള്ള ചിന്തിച്ചിരിക്കുന്ന ആൾക്കാർ. അതല്ലാതെ വെള്ളാപ്പള്ളിക്ക് സ്വീകാര്യതയില്ല, മനസ്സുകൊണ്ടുള്ള സ്വീകാര്യത അല്ലാതെ അത് ഈ സംവിധാനങ്ങൾക്കകത്തുനിന്ന് ലോൺ കിട്ടണം, ബാക്കിയുള്ളത് കിട്ടണം, ജോലി കിട്ടണം, കോളേജിൽ അഡ്മിഷൻ കിട്ടണം, സ്കൂളിൽ അഡ്മിഷൻ കിട്ടണം, ഇതിനൊക്കെ ഇയാളടുത്ത് സമീപിക്കണം. അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു വിധേയത്വം അഭിനയിക്കുക എന്നുള്ളതിനപ്പുറത്ത് അതിൽ മാനസികമായിട്ടുള്ള വിധേയത്വം ഇല്ല അവർക്ക്. അത് സത്യമാണ്. അതുകൊണ്ട് തന്നെ VD സതീശനെതിരെ അയാൾ രംഗത്ത് വന്നെങ്കിൽ അത് VD സതീശന് ഗുണം ചെയ്യുമെന്ന് ഞാൻ അതിനെ കാണുന്നത്. വെള്ളാപ്പള്ളി നടേശന്റെ മറ്റൊരു കാര്യം പറയുന്നുണ്ട്. കാരണം പല ആളുകളും VD സതീശനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പല ആളുകളും VD സതീശനുമായി ഒരു ധാരണയിൽ പോകണം, VD സതീശനെ ഉപദ്രവിക്കരുത് എന്നൊക്കെയുള്ള രീതിയിൽ വെള്ളാപ്പള്ളി നടേശനെ സമീപിക്കുന്നതായിട്ടും പറയുന്നുണ്ട്. അല്ല, അത് സ്വാഭാവികമായിട്ടുണ്ടാവുമല്ലോ. ഇപ്പം പിന്നെ ഒന്നുമല്ല, വെള്ളാപ്പള്ളി നടേശൻ എവിടെ കിടക്കുന്നു, നമ്മളവിടെ കിടക്കുന്നു. വെള്ളാപ്പള്ളി നടേശൻ വലിയ സ്ഥാപനത്തിന് മേളിലിരിക്കുന്ന ഒരാളാണ്. നമ്മളൊക്കെ ഈ ലോകത്തിൻ്റെ ഒരു കോണിൽ ഒരു പുഴുവിനെപ്പോലെ ജീവിക്കുന്ന നമ്മളെടുത്ത് ഏതെല്ലാം രാഷ്ട്രീയ നേതാക്കന്മാർ വ്യക്തിപരമായിട്ട് അവരുടെ ആൾക്കാർ സമീപിക്കുന്നു. നിങ്ങളൊന്ന് ദ്രോഹിക്കരുത്, മയപ്പെടുത്ത് എന്നൊക്കെ പറയുന്നത്, നാക്ക് ഒന്ന് മൂർച്ച കുറയ്ക്കുക എന്നൊക്കെ പറഞ്ഞ് എത്രയോ പേര് സമീപിക്കുന്നു വിവിധ രാഷ്ട്രീയ നേതാക്കന്മാർക്ക് വേണ്ടിയിട്ട്. അത് സ്വാഭാവികമായിട്ടും ചിലപ്പോൾ സമീപിച്ചിട്ടുണ്ടാവും. അത് സമീപിച്ചത് തെറ്റായിട്ട് ഞാൻ കാണുന്നില്ല. പിന്നെ അപ്പുറത്ത് ഈ വെള്ളാപ്പള്ളി നടേശനെ ഏറ്റവും കൂടുതൽ പ്രൊട്ടക്ട് ചെയ്യുന്ന ആരാ? പിണറായി വിജയനാണ്. അതാലോചിച്ച് നോക്കണം. അത് പ്രൊട്ടക്ട് ചെയ്യുന്നതിന് തമ്മിലുള്ള ബന്ധം എന്താണെന്നുള്ളതും കൂടി ആലോചിച്ച് നോക്കണം. അപ്പം ഞാൻ പറയുന്നത് ഇതിൻ്റെ ഫൈനൽ ബെനിഫിഷ്യറി ആയിട്ട് VD സതീശൻ മാറാനാണ് സാധ്യത എന്നാണ് ഞാൻ കാണുന്നത്. കാരണം വെള്ളാപ്പള്ളി നടേശനെ ഞെട്ടിച്ച് നിർത്താൻ പറ്റിയ നേതാക്കളുടെ കൂട്ടത്തിൽ VD സതീശനോ KC വേണുഗോപാലോ K സുധാകരനോ ഒന്നും വിടില്ല. കാലാകാലങ്ങളായിട്ട് സുകുമാരൻ നായരും വെള്ളാപ്പള്ളി നടേശനെ ഞെട്ടിച്ച് നിർത്തിയത് ആകെ ഈ പാവം ചെന്നിത്തലയാണ്. അതിന് രാവിലെ മൂത്രമൊഴിക്കാൻ പോകണമെങ്കിൽ വിളിച്ചു ചോദിക്കും, നടേശൻ ചേട്ടാ ഞാനൊന്ന് മൂത്രമൊഴിച്ചോട്ടെ. പുള്ളിയുടെ അടുത്ത് പെർമിഷൻ കിട്ടും. അത് കഴിയുമ്പോൾ പിന്നെ ചോദിക്കും, സുകുമാരൻ ചേട്ടാ ഞാൻ ഒന്ന് മൂത്രം ഒഴിച്ചോട്ടെ എന്ന് പറഞ്ഞു. പക്ഷേ അതുകൊണ്ട് തന്നെയാണ് പുള്ളി ഹരിപ്പാട് വിജയിച്ചു പോരുന്നത് അതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഇപ്പം പിന്നെ VS-ന്റെ. പക്ഷെ വേറൊരു കാര്യമുണ്ട്. ഈ K കരുണാകരൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു, ലീഡർ K കരുണാകരൻ. അപ്പോൾ ഈ ലീഡർ K കരുണാകരനുള്ള സമയത്ത് ഈ പറയുന്ന SNDP-യോ ഈ പറയുന്ന NSS-ഓ അന്ന് നാരായണ പണിക്കരെ പോലുള്ള പ്രഗത്ഭനായ ഒരാളായിരുന്നു NSS-ന്റെ തലപ്പത്തിരുന്ന് നമ്മൾ മനസ്സിലാക്കുക. NDP എന്നുള്ള പാർട്ടി ഉണ്ടായിരുന്നു. അതെ, അന്ന് ഇവരെയൊക്കെ യോജിപ്പിച്ച് കൃത്യമായി കൊണ്ടുപോകാനായിട്ട് ലീഡർക്ക് സാധിച്ചിരുന്നു. ഇനിയൊരു ലീഡർ കോൺഗ്രസിനകത്ത് ഉണ്ടാവുമോ? അത്തരമൊരു പിന്നെ ലീഡർഷിപ്പിലേക്ക് വരാൻ ഇനിയിപ്പം ഈ തലമുറയിൽ ആരുമില്ല. അതിലിപ്പോൾ KC വന്നാലും VD വന്നാലും ചെന്നിത്തല വന്നാലും സുധാകരൻ വന്നാലും സണ്ണി ജോസഫ് ആയാലും ആരായാലും അങ്ങനെയില്ല. കരുണാകരൻ ഈസ് ഈക്വൽ ടു കരുണാകരൻ. നൂറ്റാണ്ടിലെ ഒരു ജന്മമാണ്. ഇവരെ എല്ലാം കരുണാകരൻ്റെ കീഴിൽ നിർത്താൻ കഴിഞ്ഞു. തിരിച്ച് ഇവരൊക്കെ അവരുടെ ലീഡർഷിപ്പ് അംഗീകരിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. അവരുടെ അടുത്ത് പോയിട്ട് അനുമതി ചോദിക്കുക, കാണാൻ അനുമതി ചോദിക്കണം, അപ്പോയിൻമെൻറ്റ് ചോദിച്ച് ചെല്ലുക. മറ്റേത് ക്ലിഫ് ഹൗസിൽ പോയിട്ട് കരുണാകരനെ കാണാൻ പിന്നെ നാരായണ പണിക്കർക്ക് വളരെ മാന്യനായിട്ടുള്ള അവസാനത്തെ NSS-ന്റെ ജനറൽ സെക്രട്ടറി. ഞാൻ NS കോളേജിലാണ് പഠിച്ചത്. ഞാൻ നാരായണ പണിക്കരുമായിട്ട് എനിക്ക് അടുത്തിടപഴകാനുള്ള സമയമുണ്ട്, പിന്നെ കിട്ടിയിട്ടുണ്ട്. ഞാൻ കോളേജ് യൂണിയൻ ചെയർമാൻ. വളരെ സ്വാത്വികനായിട്ടുള്ളൊരു മനുഷ്യനാണ്. പിയൂണായിരുന്ന ഇവൻ ഏത്
ഈ പെരുന്നാപ്പോപ്പ് അയാളുടെ പിയൂണായിരുന്നു. എന്നിട്ടാണ് പിന്നെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് കയറിയിരിക്കുന്നത്. അതായത് NSS ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നാരായണ പണിക്കർ ഒഴിഞ്ഞപ്പം ആ നാരായണ പണിക്കരെ പെട്ടു തൂങ്ങി നടന്നൊരു മൂട്ട അതിനകത്ത് കയറിയിരുന്നു, അത്രയേ ഉള്ളൂ.